റിച്ച് പേൾസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ജോർജറ്റിൽ ചിക്കൻ കറി വർക്ക് വരുന്ന സെറ്റുകൾ കാണാം. നല്ല നല്ല ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. ലൈറ്റ് ഷെയ്ഡ്സും ഡാർക്ക് ഷെയ്ഡ്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാം ഹാൻഡ് വർക്കാണ് വരുന്നത്. നമുക്ക് കാണുന്ന പോർഷനിലെല്ലാം നല്ല തിക്കായിട്ടുള്ള ഹാൻഡ് വർക്കാണ്. അതുകൊണ്ടാണ് ഈ ഒരു സെറ്റുകൾക്കെല്ലാം 2550 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ചെസ്റ്റ് പോർഷൻ, അതുപോലെ ഫ്രണ്ട് പോർഷൻ ഫുള്ള്, ബാക്ക് പോർഷൻ, അതുപോലെ സ്ലീവ്സ്, പാൻറ്റിൻ്റെ ലോവർ എൻഡ്, ദുപ്പട്ട എല്ലാം നമുക്ക് ഹാൻഡ് വർക്ക് തന്നെയാണ് ആഡ് ചെയ്ത് വരുന്ന ചിക്കൻ കറി വർക്ക്. ഓരോന്നായി കാണാം. ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. സ്കൈ ബ്ലൂ ഷെയ്ഡിൽ ഇതുപോലെ ത്രെഡ് വർക്കാണ് വരുന്നത്. ആ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് ത്രെഡ് വർക്ക്. ജസ്റ്റ് നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിലെല്ലാം, കാണുന്ന പോർഷനിലെല്ലാം ചിക്കൻ കറി വർക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഞാൻ ഇതിൻ്റെ ഷോള് മാത്രം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൂ. അതായത് ടോപ്പ്, ബോട്ടം, ദുപ്പട്ട ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഒരു 3 meters ഒക്കെ നമുക്ക് ടോപ്പ് പോർഷൻ വരുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ദുപ്പട്ട കുറച്ച് ലെങ്ത്ത് കുറവാണെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്ക് പോർഷനിൽ നിന്ന് കട്ട് ചെയ്ത് ഇതിൽ അറ്റാച്ച് ചെയ്യാം. അങ്ങനെ നമുക്ക് ദുപ്പട്ടയുടെ ലെങ്ത്ത് കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ടോപ്പ് ലെങ്ത്ത് ഏകദേശം ഒരു 3 meters വരുന്നുണ്ട്. 2 meters ബോട്ടം വരുന്നുണ്ട്. ഒരു 2.10 ഒക്കെ ദുപ്പട്ടയും വരുന്നുണ്ട്. എല്ലാം ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ജോർജറ്റാണ് സെറ്റ് വരുന്നത്. പ്രൈസ് ചെയ്യുന്നത് 2550 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് സെറ്റ് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് കേട്ടോ ബേസ് വരുന്നത്. അതിൽ ഈ ഒരു പീച്ച് തന്നെയാണ് ത്രെഡ് വർക്ക് ത്രൂ ഔട്ട് വരുന്നത്, ഈ ഒരു ഫ്രണ്ട് പോർഷൻ. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇതേ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഇതെല്ലാം അറ്റാച്ച്ഡ് ആണ് കേട്ടോ. കാണുന്ന പോർഷനിലെല്ലാം ഇതുപോലെ ഫ്ലവർ വർക്കും ആ ഒരു ഈ ഒരു പോർഷൻ കണ്ടില്ലേ, ഇതിൽ നമുക്ക് സ്ലീവിലും അതുപോലെ തന്നെ ബോട്ടത്തിൻ്റെ എൻഡിലും ഇതുപോലെ തന്നെ വരും. നമുക്ക് കാണുന്ന പോർഷനിലെല്ലാം ഈ ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതിലൊരു 3 + 2 5 7.5 ഒക്കെ മീറ്റേഴ്സ് എല്ലാം കൂടെ ടോട്ടൽ ഇതിൽ മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് എത്രയാണോ ആവശ്യം, ടോപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ എല്ലാം അവൈലബിൾ ആയിരിക്കും കേട്ടോ. പ്രൈസ് ചെയ്യുന്നത് 2550 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് സെറ്റ് വരുന്നത് നമുക്കൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ്. ബേസ് ലൈറ്റ് ലാവൻഡറും അതിൻ്റെ തൊട്ട് ഡാർക്ക് ആയിട്ടുള്ള ഒരു ത്രെഡ് വെച്ചിട്ടാണ് ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ. ചിക്കൻ കറി വർക്ക് വരുന്നത് ത്രൂ ഔട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട്. ദുപ്പട്ടയിലും ഇതേ വർക്ക് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. പിങ്കിൽ പിങ്ക് ത്രെഡ് വർക്ക് തന്നെയാണ് കേട്ടോ. കുറച്ചൊരു ലൈറ്ററാണ് ബേസ് വരുന്നത്. ത്രെഡ് വരുന്നത് ഇത്രയും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ത്രൂ ഔട്ട് ഈ ഒരു ചിക്കൻ കറി വർക്ക് തന്നെയാണ്. നമുക്ക് ത്രൂ ഔട്ട് ബോഡി, ഷോള് എല്ലായിടത്തും ഈ ഒരു ചിക്കൻ കറി വർക്ക് തന്നെ സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ബോട്ടം പോർഷനിലെല്ലാം ഏറ്റവും നല്ലത് ജോർജറ്റിന് നമുക്ക് ക്രേപ്പ് ലൈനിങ് യൂസ് ചെയ്യുന്നതാണ്. ഇങ്ങനെയാണ് വ്യൂ വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് കുറച്ചും കൂടെ ലൈറ്റ് ബ്ലൂ ആണ് വരുന്നത് കേട്ടോ. നമ്മൾ ആദ്യം ഒരു സ്കൈ ബ്ലൂ കാണിച്ചിരുന്നു, അതിനേക്കാളും ലൈറ്റർ ടോണാണ്. ത്രൂ ഔട്ട് ഇതുപോലെ തന്നെ ചിക്കൻ കറി വർക്ക് വരുന്ന സെറ്റ്. നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു റെയർ ലാവൻഡർ ഷെയ്ഡ് കേട്ടോ. ഒരു ഡാർക്ക് ലാവൻഡർ ഷെയ്ഡാണ്. സെയിം ത്രെഡ് വർക്കാണ് വരുന്നത് കേട്ടോ. നല്ലൊരു എലഗൻറ്റ് ഷെയ്ഡാണ്. നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു റെയർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ത്രൂ ഔട്ട് ഇതുപോലെ തന്നെ ചിക്കൻ കറി വർക്ക് വരുന്ന സെറ്റാണ്. പ്രൈസും സെയിം തന്നെ. നെക്സ്റ്റ് വൺ നല്ല റെഡ് ഷെയ്ഡാണ് കേട്ടോ. റെഡ് ബേസിൽ റെഡ് ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത്. ത്രൂ ഔട്ട് ഒരു റെഡ് ത്രെഡ് വർക്ക് വരുന്ന സെറ്റ്. നമുക്ക് സ്ലീവ്സിലും അതുപോലെ ലോവർ എൻഡിലൊക്കെ ഷോളിലും ഒക്കെ ഇതേ ത്രെഡ് വർക്ക് തന്നെയാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കി നല്ലൊരു റെയർ ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള സെറ്റാണ്. ഒലിവ് ഗ്രീനിൽ അതേ ത്രെഡ് വർക്ക് തന്നെയാണ് കേട്ടോ ത്രൂ ഔട്ട് വരുന്നത്. ഇങ്ങനെയാണ് ഓവറോൾ വ്യൂ. നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ആ ഒരു പീച്ച് കളർ ടോണിൽ തന്നെ വരുന്ന സെറ്റാണ് കേട്ടോ. ത്രൂ ഔട്ട് ഒരു സെൽഫ് ഷെയ്ഡഡ് ത്രെഡ് വർക്ക് തന്നെയാണ്, ചിക്കൻ കറി വർക്ക് തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് സ്കൈ ബ്ലൂവിൽ പെട്ടൊരു കളർ തന്നെയാണ് കേട്ടോ. ബ്ലൂവിൽ തന്നെ ചെറിയ ചെറിയ ചേഞ്ചസേ വരുന്നുള്ളൂ. ത്രെഡ് വർക്കും ത്രെഡ് വരുന്നതും അതേ കളർ തന്നെ, സെൽഫ് കളർ വെച്ചിട്ടുള്ള ത്രെഡ് വർക്കാണ്. ഇങ്ങനെയാണ് വ്യൂ. നെക്സ്റ്റ് സെറ്റ് നമുക്ക് റെഡ് ഷെയ്ഡ് ബേസ് ജോർജറ്റ് വരുമ്പോൾ ത്രെഡ് വർക്ക് വരുന്നത് വൈറ്റ് ആണ് കേട്ടോ. നമ്മൾ ഇത്ര നേരം കണ്ടതിൻ്റെ അത്രയും തിക്കായിട്ടുള്ള വർക്കല്ല ഈ ഒരു സെറ്റിൽ വന്നിട്ടുള്ളത്. ഈ ഒരു സെറ്റിൽ കുറച്ച് ലൂസായിട്ടാണ്, അതായത് ഇങ്ങനെ തിക്നെസ് കുറവാണ് വർക്കിൻ്റെ. അതുകൊണ്ട് ഈ ഒരു സെറ്റിന് നമുക്ക് പ്രൈസ് വരുന്നത് 2300 ആണ്. ത്രൂ ഔട്ട് വർക്കൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഡെപ്ത് കുറച്ച് കുറവാണെന്ന് മാത്രം. അതായത് ഹാൻഡ് വർക്ക് കുറച്ച് ലെസ്സായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിലും നമുക്ക് ടോപ്പ്, ബോട്ടം, ഷോളൊക്കെ ഇതന്നെ ഇങ്ങനെ തന്നെ റെഡ് ബേസിൽ വൈറ്റ് ത്രെഡ് വർക്ക് വരുന്ന സെറ്റാണ്. ഇങ്ങനെയാണ് വ്യൂ വരുന്നത്. നെക്സ്റ്റ് വൺ നമുക്കൊരു ഓറഞ്ച് ഷെയ്ഡിൽ വന്നിട്ടുള്ള ചിക്കൻ കറി വർക്ക് സെറ്റാണ്. ത്രൂ ഔട്ട് ഈ ഒരു സെൻറ്റർ പാനലിങ് പോലെയാണ് ഇതിൽ വർക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ, ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ബാക്ക് സൈഡിൽ ഇങ്ങനെ ത്രൂ ഔട്ട് കണ്ടില്ലേ, ഇങ്ങനെയുള്ള
പ്രിൻറ്റുകളാണ് കേട്ടോ. അത് സ്ലീവിൽ വരുന്നുണ്ട്. എല്ലാ പോർഷനിലും നമുക്ക് കാണുന്ന പോർഷനിലൊക്കെ ഈ ഒരു പ്രിൻറ്റുകളാണ് ത്രൂ ഔട്ട് വരുന്നത്. ഷോളിലും ഇങ്ങനെ തന്നെയാണ് പ്രിൻറ്റ് വരുന്നത്. ഈ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രം ഇങ്ങനെ പാനലിംഗ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ട് മാത്രമാണ് ഇങ്ങനെ വരുന്നത്. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗ്രേപ്പ് വൈൻ കളറാണ് കേട്ടോ. ഗ്രേപ്പ് വൈനിലും ത്രൂ ഔട്ട് നമുക്ക് ഈ ഒരു വൈറ്റ് ത്രെഡ് വർക്കാണ് വരുന്നത്. സിമ്പിളായിട്ട് എല്ലാ പോർഷനിലും ഇതേ ചിക്കൻ കാരി വർക്ക് വരുന്നുണ്ട്. ദുപ്പട്ടയിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പ്രൈസ് ചെയ്യുന്നത് 2300 ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ച കളക്ഷൻസിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഷെയർ ചെയ്യാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇനിയും പുതിയ കളക്ഷൻസുമായി കാണാം. ബൈ.